പത്തരമാറ്റിന്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയനിയാണ് തനിക്ക് കരളും ബ്ലഡും നൽകിയതെന്ന് മഹാസത്യം ദേവയാനി അറിയുകയാണ്. ഡോക്ടറിൽ നിന്ന് ആ സത്യം ദേവയാനി അറിഞ്ഞതോടെ നയനിയെ ദേവയാനി സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ നയനിയെ കാണാൻ വേണ്ടി ദേവയാനി നിർബന്ധം പിടിക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ ദേവയാനിയും കൊണ്ട് വൃന്ദാവനത്തിലേക്ക് പോകുന്നുണ്ട്. നയന മോളെ ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി നയനയും കൊണ്ട് അനന്തപുരിയിലേക്ക് പോവുകയാണ്. അതുകൂടാതെ കനകയോടും കുറച്ച് ദിവസം അനന്തപുരിയിൽ നിന്ന് താമസിക്കാൻ പറയുകയാണ് ദേവയാനി. അങ്ങനെ അനന്തപുരിയിലേക്ക് ദേവയാനിയുടെ കൂടെ വരുന്ന നയനയെ ആദ്യം കാണുന്നത് അനാമികയും രേവതിയുമാണ്. ദേവയാനിയുടെ കൂടെ നയനയെ കണ്ടത് രേവതിയും അനാമികയും പരസ്പരം നെട്ടലോടെ നോക്കുകയാണ്. വല്യമ്മ എന്തിനാണ് ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ ആലോചിച്ച് ആകെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അനാമിക. അങ്ങനെ അനാമിക ദേഷ്യത്തോടെ വന്ന് പറയുകയാണ്, വല്യമ്മ ആരോടും പറയാതെ എങ്ങോട്ട് പോയതായിരുന്നു. വല്യമ്മയ്ക്കുള്ള ചായയുമായി റൂമിലേക്ക് വന്നതായിരുന്നു ഞാൻ. പക്ഷെ ഒരുപാട് നോക്കിയെങ്കിൽ വല്യമ്മയെ അവിടെ കണ്ടില്ല. ഞാൻ ആകെ പേടിച്ചു പോയി. വല്യമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് കരുതി. എവിടെയെങ്കിലും പോകുന്നുവെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് വേണ്ടേ വല്യമ്മയെ പോകാൻ. ഞാൻ വല്യമ്മയെ കാണാതെ എന്തുപോലെ പേടിച്ചെന്നോ. വല്യമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ കരുതിപ്പോയി. അതേസമയം രേവതിയും പറയുന്നുണ്ട്, അതെ അതെ, എൻ്റെ മോൾ ദേവേടത്തിയെ കാണാതെ ആകെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് സമാധാനമായത്. ദേവയാനിയാണെങ്കിൽ ഇവരുടെ നാടകം ഏതുവരെ പോകും എന്ന് നോക്കി നിൽക്കുകയായിരുന്നു. എന്നാലും വല്യമ്മ എവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് വേണ്ടേ പോകാൻ. വല്യമ്മ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതുമല്ലെങ്കിൽ വല്യമ്മയ്ക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ എന്നെ കൂട്ടി വിളിച്ചിടായിരുന്നോ. അല്ല വല്യമ്മേ, ഇവളെന്താ വല്യമ്മയുടെ കൂടെ? വല്യമ്മ ഇവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതി എന്ന് ദേവയാനി പറയുന്നതും ഞെട്ടലോടെ പരസ്പരം നോക്കുകയാണ് അനാമികയും രേവതിയും. ആ സമയത്താണ് ജാനകിയും ജലജയും അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ആ ഏടത്തി വന്നോ? ഏടത്തി ആരോടും പറയാതെ എങ്ങോട്ട് പോയതായിരുന്നു? ഞങ്ങളൊക്കെ എന്തുപോലെ പേടിച്ചെന്നോ. വയ്യാതെ കിടക്കുകയായിരുന്നല്ലോ ഏടത്തി. ഏടത്തി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ എന്ന് വരെ ഞങ്ങൾ കരുതി. എൻ്റെ അനാമികമ്മൾ വല്യമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് എന്ത് കരച്ചിലായിരുന്നെന്നോ. എന്തായാലും ഏടത്തി എത്തിയല്ലോ. ഏടത്തിയെ കണ്ടപ്പോഴാണ് സമാധാനമായത്. അല്ല, ഏടത്തി എവിടെ പോയതായിരുന്നു എന്നൊക്കെ ചോദിച്ച് ജാനകി തിരിയുന്ന സമയത്താണ് നയനയെ കാണുന്നത്. ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നെ ആരാണ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? നീ എപ്പോഴാണ് വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ജാനകി. അത് കേട്ട് ജലജ പറയുകയാണ്, ഇതെന്തൊരു ചോദ്യമാണ് ജാനകി. കെട്ടിലമ്മയ്ക്ക് സുഖവാസമൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട ഇങ്ങോട്ട് എഴുന്നള്ളാൻ. അവിടെ ഇങ്ങനെ സുഖിച്ച് ജീവിക്കുമ്പോൾ ഇങ്ങോട്ട് വരണമെന്ന തോന്നലൊന്നും ഉണ്ടാവില്ലല്ലോ. പോരാത്തതിന് ആദർശ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നുമുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. അവളുടെ അമ്മായിമ്മ കിടപ്പിലായിട്ട് പോലും അവളൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇവിടെ വന്നാൽ ജോലി എടുക്കേണ്ടി വരുമല്ലോ. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ജലജ ചോദിക്കുമ്പോൾ നിർത്തി ജലജെ, നയനമോളെ കുറിച്ച് ഇനി ഒരു അക്ഷരം നീ മിണ്ടിപ്പോകരുത് എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ ഏടത്തി, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഏടത്തി കിടപ്പിലായപ്പോൾ ഒന്ന് തിരിഞ്ഞു പോലും ഇവൾ നോക്കിയിട്ടില്ല. എന്തായാലും ഏടത്തിയെ നോക്കേണ്ട കടമ ഇവൾക്കില്ലേ? എന്നിട്ടിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നു. അല്ല, ആദർശാണ് ഇവളെ കൂട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ട് ആദർശ എവിടെ എന്നൊക്കെ ജലജ ചോദിക്കുന്ന സമയത്ത് ആദർശല്ല, ഞാനാണ് അവളെ കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ ദേവയാനി പറയുന്നതും എല്ലാവരും നെട്ടലോടെ ദേവയാനിയെ നോക്കുകയാണ്. ഏടത്തി എന്താണ് ഈ പറയുന്നത്? ഏടത്തി ഇവളെ കൂട്ടിക്കൊണ്ടുവന്നതെന്നോ? അതെന്തിനാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ആവശ്യമുണ്ടായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. എന്നാൽ ഏടത്തി അത് വേണ്ടായിരുന്നു. ഏടത്തി ചെയ്തത് വലിയൊരു ചതിയായിപ്പോയി. ഇങ്ങോട്ട് വന്നാൽ ഏടത്തിക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുകയാണ് ജാനകി. ഒന്ന് നിർത്തുന്നുണ്ടോ ജാനകി? കുറേ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു. നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടാണ് എൻ്റെ നയനമോളെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? എനിക്ക് കരളും രക്തവും തന്ന് എൻ്റെ ജീവൻ രക്ഷിച്ച എൻ്റെ സ്വന്തം മരുമകളാണ് ഇവൾ. ഇവളെ കൂട്ടിക്കൊണ്ടുവരികയല്ലാതെ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് ദേവയാനി. അത് കേൾക്കുന്നതും എല്ലാവരും നടുങ്ങുകയാണ്. രേവതി അനാമികയും നെട്ടലോടെ പരസ്പരം നോക്കുകയാണ്. അത് കേട്ട് ജാനകി പറയുന്നുണ്ട്, ഏടത്തി എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇവളാണ് ഏടത്തിക്ക് രക്തവും കരളും തന്ന് ജീവൻ രക്ഷിച്ചതെന്നോ? ഒരിക്കലുമില്ല. അതെനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഏടത്തിയെ ആരോ എന്തോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെ ജാനകി പറയുമ്പോൾ അതെ അതെ, അത് തന്നെയാണ് സത്യം എന്നൊക്കെ പറയുന്നുണ്ട് ജലജയും. അല്ല ജാനകി, തെളിവ് സഹിതം എല്ലാം വ്യക്തമായിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ നയനമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഞാനടക്കമുള്ള എല്ലാവരും അവളെ കുറ്റപ്പെടുത്തി. നയനമോൾ അവളുടെ വീട്ടിൽ സുഖിച്ച് ജീവിക്കാനാണ് പോയതെന്ന് എല്ലാവരും പറഞ്ഞില്ലേ? എൻ്റെ മോൾ അവിടെ എന്നെ പോലെ വേദന തന്ന് ജീവിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അത് ഞാനറിയാൻ ഒരുപാട് വൈകിപ്പോയി. ഇനിയെങ്കിലും ചെയ്തതിന് എനിക്ക് പരിഹാരം ചെയ്യണം. അതിനു വേണ്ടി കൂടിയാണ് ഞാൻ എൻ്റെ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് പറഞ്ഞു ദേവയാനി എല്ലാവരുടെ മുന്നിൽ വെച്ച് നയനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഞാൻ ഏടത്തി, എനിക്കിതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ജാനകി പറയുമ്പോൾ വിശ്വസിക്കണം ജാനകി, എൻ്റെ ജീവൻ രക്ഷിച്ചത് നയനമോളാണ്. രേവതിയാണെങ്കിൽ എല്ലാം പൊളിഞ്ഞല്ലോ എന്ന മട്ടിൽ അനാമികയെ നോക്കുമ്പോൾ
അനാമിക വല്യമ്മയുടെ അടുത്ത് ചെന്ന് പറയുകയാണ്, എൻ്റെ പൊന്നു വല്യമ്മേ, വല്യമ്മ ഇതൊന്നും വിശ്വസിക്കരുത്. വല്യമ്മയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. വല്യമ്മയ്ക്ക് ബ്ലഡ് തന്നത് ഞാൻ തന്നെയാണ്. വേണമെങ്കിൽ എൻ്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ചു നോക്ക്. കരൾ തന്ന് സഹായിച്ചത് വേറെ ഏതോ ഒരു പെൺകുട്ടിയും. വല്യമ്മ ഇവളെ വിശ്വസിക്കരുത്, ഇവൾ കള്ളം പറയുകയാണ്. വല്യമ്മയുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടാക്കി പറയുകയാണ്. വല്യമ്മയുടെ സ്വത്ത് അടിച്ചു മാറ്റുക എന്നൊരൊറ്റ ഉദ്ദേശമേ ഇവൾക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വല്യമ്മ ഇതൊന്നും വിശ്വസിക്കരുത് എന്നൊക്കെ അനാമിക പറയുന്നതും ദേവയാനിയാണ് ആകെ ദേഷ്യത്തോടെ അനാമികയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. അനാമിക, നീ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? എൻ്റെ നയനമോളെക്കുറിച്ച് ഇനി ഒരു അക്ഷരം നീ മിണ്ടിപ്പോകരുത്. എൻ്റെ നയനമോളെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാനുള്ള യോഗ്യത നിനക്കില്ല. എന്തൊക്കെയാണ് നീ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്? എല്ലാവരും പറഞ്ഞിട്ടും ഞാൻ എനിക്ക് ബ്ലഡ് തരാൻ സമ്മതിച്ചില്ല. നീ ചെയ്ത കാര്യമാണ് നയനമോളുടെ തലയിലിട്ട് പറഞ്ഞത്. വിഡ്ഢിയായ ഞാൻ അതെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. അതെല്ലാം ഓർത്തിട്ട് എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നുകയാണ്. നീ ഇപ്പോൾ പറഞ്ഞല്ലോ ഞാൻ ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കിയതാണെന്ന്. രക്തവും കരളും തന്നത് നയനമോളാണെന്ന് ഇതുവരെ അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കലും അക്കാര്യം അറിയരുത് എന്നാണ് നയനമോൾ കരുതിയത്. എന്നാൽ ദൈവത്തിന് ഞാൻ അക്കാര്യം അറിയണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യവും അറിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ചിലരുടെ തനിനിറം മനസ്സിലാക്കാൻ പറ്റിയല്ലോ. ഞാൻ എന്തായാലും കാര്യങ്ങളെല്ലാം അറിയാൻ വൈകി. എന്നിരുന്നാലും ഇനിയൊരിക്കലും നയനമോളുടെ കണ്ണ് നിറയാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് നയന ദേവയാനിയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ ആ കാഴ്ച അനാമികയ്ക്കും രേവതിക്കും ജാനകിക്കും ചരചയ്ക്കും ഒട്ടും ഇഷ്ടമാവുന്നില്ല. എല്ലാം കൈവിട്ട് പോയല്ലോ അമ്മേ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പരസ്പരം നോക്കുകയാണ് രേവതിയും അനാമികയും. അങ്ങനെ വീണ്ടും ദേവയാനി പറയുകയാണ്, എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം പറയാം. ഇനി പഴയതുപോലെ എൻ്റെ നയനമോളെ ദ്രോഹിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എല്ലാവരോടും പകരം ചോദിക്കുന്നത് ഞാനായിരിക്കും. എൻ്റെ നയനമോൾ പഴയതുപോലെ ആരുടെയും വേലക്കാരിയല്ല. എൻ്റെ മോളെ അംഗീകരിക്കാനും സ്നേഹിക്കാനും മനസ്സുള്ളവർ മാത്രം ഇവിടെ നിന്നാൽ മതി. അനാമിക, ഞാൻ നിന്നോട് കാര്യം പറയാം. ഇവിടെ എല്ലാവരേക്കാളും മോശ സ്വഭാവം നിനക്കാണ്. നയനയെ ഏറ്റവും കൂടുതൽ മോശക്കാരിയാക്കുന്നത് നീയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മൂത്ത മരുമകളായ നയനയെ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാൽ മതി. അല്ലാത്തവർക്കൊക്കെ ഇവിടെ നിന്ന് പോകാം എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ എന്താണ് ഇവിടെ ഒരു ബഹളം എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നുണ്ട്. നയനയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ദേവയാനിയെ കണ്ട് മുത്തശ്ശൻ ചോദിക്കുകയാണ്, ഞാൻ ഈ കാണുന്നത് സത്യമാണോ അതോ സ്വപ്നമോ? കണ്ണിൽ കുളിർമയേകുന്ന കാഴ്ചയാണല്ലോ വസുന്ധരെ കാണുന്നത്. അല്ല, നയനമോൾ എപ്പോൾ വന്നു? മോളെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യമൊന്നും ആദർശ് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ ആദർശല്ല അച്ഛ, ഞാനാണ് നയനമോളെ കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ ദേവയാനി പറയുന്നതും ചിരിയോടെ പരസ്പരം നോക്കുകയാണ് മുത്തശ്ശിയും മുത്തശ്ശനും. അതെന്തായാലും നന്നായി ദേവയാനി, നല്ലൊരു കാര്യമാണ് നീ ചെയ്തത്. ഇപ്പോഴേതായാലും നിന്റെ മരുമകളെ മനസ്സിലാക്കാൻ നിനക്ക് പറ്റിയല്ലോ. അല്ല, മോളുടെ വയ്യായികൊക്കെ മാറുകയോ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ മാറിയെന്ന് പറയുകയാണ് നയന. അതെന്തായാലും നന്നായി. മോൾ ഇവിടെ ഇല്ലായിട്ടൊരു സുഖവുമില്ലായിരുന്നു. മോളെ കാണാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങാമെന്ന് കരുതിയതായിരുന്നു ഞാനും വസുന്ധരയും. ഇനി എന്തായാലും അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ നയനയോട് ദേവയാനി പറയുകയാണ്, മോളെ കുറച്ച് നേരമായല്ലോ ഇങ്ങനെ നിൽക്കുന്നത്. ഇനിയൊന്ന് മോള് പോയി റെസ്റ്റ് എടുക്ക്. ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞത് കൊണ്ടാണ് കനക എൻ്റെ കൂടെ മോളെ പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് മോള് പോയി റെസ്റ്റ് എടുക്കുക എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ അതെന്താ ദേവയാനി നീ ഇങ്ങനെ പറയുന്നത്? റെസ്റ്റ് എടുക്കാൻ മാത്രം മോൾക്ക് എന്താണ് അസുഖം എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശൻ. അത് പിന്നെ അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി പറയാൻ മടിക്കുമ്പോൾ നീ ഒന്ന് പറയുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദം ഉയർത്തുകയാണ് മുത്തശ്ശൻ. ഒടുവിൽ ആ സത്യം അറിയുകയാണ് മുത്തശ്ശിയും മുത്തശ്ശനും. തനിക്ക് കരളും രക്തവും തന്ന് ജീവൻ രക്ഷിച്ചത് തൻ്റെ സ്വന്തം മരുമകളായ നയനയാണ് എന്ന സത്യം ദേവയാനി മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയുകയാണ്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ആകെ നെട്ടുകയാണ്. എന്താണ് ദേവയാനി ഈ കേൾക്കുന്നത്? സത്യമാണോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അതെ അച്ഛ, ഞാനും അറിയാൻ ഒരുപാട് വൈകിപ്പോയി. അതെ അച്ഛ, ഞാൻ ഒരിക്കലും ഇനി എൻ്റെ മരുമകളെ വേദനിപ്പിക്കില്ല. അതിൻ്റെ എല്ലാം ഫലമാണ് ഇവിടെ കണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. ആ സമയത്താണ് ദേവയാനിയെ നയനയെ വീട്ടിലാക്കി പോകുന്ന ആദർശം ജയനും തിരിച്ചെത്തുന്നത്. എന്താ ദേവയാനി ഈ കാണുന്നത്? മോൾ ഇപ്പോഴും ഇവിടെ നിർത്തിയിരിക്കുകയാണോ? നീ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നയനമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇപ്പോഴും ഇവിടെ ഞാൻ നിർത്തിയിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ജയൻ. അമ്മയെ വഴക്ക് പറയേണ്ട അച്ഛ, അമ്മ എന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതാണ്. അത് കേൾക്കാതെ ഞാനാണ് ഇവിടെ നിന്നത്. ഇപ്പോൾ എനിക്ക് യാതൊരു അസുഖവുമില്ല. മാത്രമല്ല അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ. അതുകൊണ്ട് എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി എന്ന് പറയുകയാണ് നയന. എന്നാലും ജയ, ഇക്കാര്യം എന്നോട് പോലും നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോൾ അച്ഛാ, നയനമോളെ അച്ഛൻ അത്രയും സ്നേഹിക്കുന്നുണ്ട്. അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നയനയ്ക്കൊരു ആപത്ത് സംഭവിക്കുന്നു എന്നറിഞ്ഞാൽ അച്ഛനെ ഒരിക്കലും സഹിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്നൊക്കെ പറയുകയാണ് ജയ. എന്തായാലും എല്ലാം ശരിയായല്ലോ. നയനമോളെ, മോൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശൻ.
എനിക്കിപ്പോഴും ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ പറയുകയാണ് നയന. എന്നാലും മോളെ റെസ്റ്റ് എടുക്കണം. ആദർശി മോളെ റൂമിൽ കൊണ്ടുപോയി കിടത്ത് എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. ഇങ്ങനെ ആദർശ് ഉടനെ തന്നെ വാ നയനെ എന്ന് പറഞ്ഞുകൊണ്ട് നയനെ ചേർത്ത് പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വളരെ നിറഞ്ഞ മനസ്സോടെ നയനയെ നോക്കി നിൽക്കുകയാണ് ദേവയാനി. അങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയ എപ്പിസോഡുകളാണ് ഇനി പത്തരമാറ്റിന് വരാൻ പോകുന്നത്.